അപ്പം കിച്ചുവിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മൊത്തം രേണുവിൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിച്ചു മോനെ നീ രേണുവിനെ പോയി കാണണം, ചേർത്ത് പിടിക്കണം, ഒന്ന് കെട്ടിപ്പിടിച്ച തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അമ്മയെ പോയി കാണണം, ചേർത്ത് പിടിക്കണം, കൂടെ ഉണ്ടാവണം. നിന്നെ ഓക്കെ കിച്ചുമോനെ നീ അമ്മയെ പോയി കാണണം, എല്ലാവരും കിച്ചുമോനെ നീ അമ്മയെ പോയി കാണണം. കിച്ചു പ്ലീസ് വിത്ത് രേണു, കിച്ചു നീ അമ്മയെ പോയി കാണണം, സംസാരിക്കണം, കൂടെ ചേർത്ത് പിടിക്കണം. ഈ സമയത്ത് മറ്റാരെക്കാളും നിൻ്റെ സാമീപ്യം അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. നീ അമ്മയെന്ന് വിളിക്കുന്നത് കൊണ്ട് എന്തായാലും ഇങ്ങനെ എന്നെ പോലെ എൻ്റെ ശരീരത്തിൽ ബ്രസ്റ്റിലാണ് ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഞാൻ നിങ്ങളോട് ചാനലിൽ കൂടെ പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചേച്ചി എങ്ങനെ അറിഞ്ഞെന്നും കരിഷ്മ പറഞ്ഞിട്ടാണ് ചേച്ചി അറിഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് കുറേ വർഷം മുന്നേ മുഴ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളോട് വേറെ ഒന്നും പറയാൻ വന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും വേണം. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇനി ഒരുപാട് പേരുടെ കമൻറ്റുകൾ കണ്ടു. അതായത് ഇവരെ ചില സമയങ്ങളിലെങ്കിലും ഇവരിത് കാണിക്കുന്ന സമയത്ത് ഹലോ ഗൈസ് വെൽക്കം വണക്കം. രേണുസുതി വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഒത്തിരി അവരുടെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം, അവരുടെ വെളിപ്പെടുത്തലിന് ശേഷം ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. വിമർശിച്ചവരാണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും. അപ്പോൾ ഒരാളും അവരെ വീണ്ടും ഈ ഒരു അസുഖം കണ്ടതിന് ശേഷം അവരെ അപമാനിക്കാനോ പരിഹസിക്കാനോ ശ്രമിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിലെങ്ങും പറ്റിയിട്ടില്ല. പിന്നെ ആകെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സുകളിൽ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇവൾ കാണിച്ചത്, അത്രമാത്രമാണ്, ഇവൾക്കിത് കിട്ടേണ്ടത് തന്നെ ആയിരുന്നു, ഇനിയെങ്കിലും നേരെ നടക്കുമല്ലോ, ഇനി ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു നാടകമാണോ, പിന്നെ എന്താണ് ദൈവം കൊടുത്ത ശിക്ഷയാണ്, ആ ദൈവം കൊടുത്ത ശിക്ഷ ആയതുകൊണ്ടാണ് അവസാനം ബിഷപ്പിനെയൊക്കെ വിളിച്ച് മാപ്പ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുന്നു. ആക്ച്വലി നമ്മൾക്ക് ആരുടെയും സ്വഭാവങ്ങളെ വിലയിരുത്താൻ കഴിയത്തില്ല. ഓരോ മനുഷ്യരും ഓരോ സ്വഭാവമാണ്. നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയെ മറ്റൊരാൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ഒരു മാരകമായൊരു രോഗം, പിന്നെ ചിലരുടെ സംശയം ഹൃദയത്തിലേക്ക് ഇത് പകരത്തില്ലല്ലോ, ഹൃദയത്തിലേക്ക് പകർന്നു അവരും പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ആ ഒരു മേഖലയിലേക്ക് വരുന്ന പലതരത്തിലുള്ള മസിൽസിലേക്കൊക്കെ ഈ സാധനം വരാനുള്ള സാധ്യത അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞേക്കുന്നത്. അവർക്ക് അതിൻ്റെ മെഡിക്കൽ ടേംസോ അതിൻ്റെ മറ്റുള്ള അനാട്ടമിക്കൽ ലെവലിൽ പറയാനൊന്നും അവർക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ആ ഒരു ഇതിൽ കണ്ടാൽ മതി. എല്ലാം ഇങ്ങനെ കൂലങ്കുശമായിട്ട് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ശരിയല്ല. ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നു, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് പേര് കാണിച്ചിട്ടുള്ളതിൻ്റെ 100% പോലും ആ സ്ത്രീ കാണിച്ചെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഓക്കെ, എനിവേ അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് എനിക്ക് എൻ്റെ ഓൺ അഭിപ്രായമുണ്ട്, ഞാനതാ പറയുന്നത്. ഇനി രേണു ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, സ്നേഹം മാത്രം രേണുസുതി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മുടിയൊക്കെ ചിലപ്പം കീമോ ഒക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളോടത് പറയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്നിനും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം, സ്നേഹം വേണം. സോ അതല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞതല്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇനിയാണ് എനിക്ക് എന്തായാലും വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവർക്കിനി അറിയാമല്ലോ. അവർ ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കളിയാക്കിയും കുറ്റം പറയുന്നത് ഞങ്ങൾ എന്ത് കാണിക്കുന്നു, ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഉപജീവനത്തിൻ്റെ ഭാഗമായിരുന്നു. അവർക്കിപ്പോൾ ഈ ഒരു അസുഖവും മറ്റുള്ള കാര്യങ്ങൾ, എനിക്ക് കീമോ അടക്കം മറ്റുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുടെയൊക്കെ അഭിപ്രായം, അവൾ ഈ ശരീരം മേനി പ്രദർശനം നടത്തിയൊക്കെ. നിങ്ങൾ ഈ സിനിമയൊന്നും കാണാത്ത ആൾക്കാരാണോ? സിനിമയ്ക്കകത്തൊക്കെ ഓരോരോ മസാല ഡാൻസിനകത്ത് കാണിക്കുന്നതിൻ്റെ 4 ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ലെന്നേ, എന്തൊരു മൈൻഡ് സെറ്റ് ആണെന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, ഇപ്പോഴും പറയുന്നവരുണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ. ചില ആൾക്കാർക്കാണെങ്കിൽ ഫ്രസ്ട്രേഷൻ ഇപ്പോഴും മാറുന്നില്ല. കാരണം ഈ വെറുപ്പ് ഇനി ആരുടെ മേൽ കൊണ്ടുവയ്ക്കും? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം രേണുസുതി എന്നുള്ളൊരു ചാപ്റ്റർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ട് ഇനി അടുത്തൊരു വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇനി അതിനെ കിട്ടിയ അടുത്ത് കൊലവിളിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ പോകും. മനസ്സിലാവുന്നുണ്ടോ? രേണുസുതി എന്ന് പറയുന്ന ചാനൽ, രേണുസുതി ഒഫീഷ്യൽ എന്നുള്ള ചാനൽ, ഇപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും. അവരെ ജീവിക്കട്ടെ. അവരുടെ ഇപ്പം എന്തൊക്കെയൊക്കെ കുറ്റം പറഞ്ഞ് അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടോ? ആരൊക്കെയുള്ളത്? സുധിച്ചേട്ടൻ, എല്ലാവരും കുറ്റം പറഞ്ഞു അവരെ. സുധിച്ചേട്ടൻ, അതുപോലെ തന്നെ കിച്ചു, വൃതപ്പൻ, അവരുടെ ലോകമൊക്കെ അതാണ് കേട്ടോ. പക്ഷേ പറയുന്നവർക്കെന്തും പറയാം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, സ്നേഹം മാത്രം രേണുസുതി എന്ന് പറഞ്ഞിട്ട് മൈ ക്യാൻസർ ഡയഗ്നോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. ഓക്കെ, ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്തൊരു അസുഖമാണേ. ആഗ്രഹിച്ച് കിട്ടണമെന്ന് ആ ഒരു അസുഖത്തിന് ആരും പറയത്തില്ലെന്ന് എനിക്കറിയാം. പണ്ട് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യോ വയ്യാന്ന് പറഞ്ഞിട്ട് പനിയാണെന്നൊക്കെ പറയുന്ന ഒരു പരിപാടി പോലെ അല്ലല്ലോ ജീവിതത്തിൽ മാരക രോഗം വരുന്നത്. ബിഗ് ബോസിന് മുന്നേ ഞാൻ തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ചാനൽ കൂടെ ചെറിയൊരു ലെങ്തി വീഡിയോ എങ്കിലും ഇട്ടിട്ടുള്ളത് വ്ളോഗായിട്ട്. അപ്പം ഞാൻ വന്നത്, നിങ്ങൾ ഇപ്പം ഇന്നലെ തന്നെ ഒരു ചാനലിലൂടെ, മെയിൻ സ്ട്രീം ആണ് ചാനലിലൂടെ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കാണും.
സോ അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് അറിയിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ചാനലിൽ കൂടെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. ഇത് മറ്റേ അടുത്തിരിക്കുന്ന സഹോദരി അപമാനിക്കാനൊന്നും അല്ല കേട്ടോ, എൻ്റെ മനസ്സിനകത്ത് പോലും അങ്ങനെ ചിന്തയില്ല. എങ്കിലും ഞാൻ പറയാം, ഈ സ്ത്രീയുടെ വലിപ്പം നിങ്ങൾ നോക്കണം. ആരുടെ? രേണുസുതി എന്നുള്ളൊരു വ്യക്തിയുടെ വലിപ്പം നിങ്ങൾ നോക്കണം. അവരെത്ര ഉണ്ടെന്ന് ചിന്തിക്കണം. പല സമയങ്ങളിലും പല വീഡിയോസും പല ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് നിന്ന് ഒരു ആൻസർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ ഇങ്ങനെയൊക്കെ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ ഇത് തീരെ വളരെ ചെറിയൊരു ഇതാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു പുള്ളിക്കാരത്തി ഇത്രയും ജീവിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പടപൊരുന്നത് കാഴ്ചയാണ് ഇത് കണ്ടത്. അതിൻ്റെ അകത്ത് നിന്ന് അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു, അതിൽ നിന്ന് വരുമാനം നേടുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളാരും ഈ പാപം ചെയ്യാത്തവർക്ക് അല്ലറി എന്ന് പറഞ്ഞ മറ്റേ ബൈബിൾ വചനം ഒന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ മീൻ കഴിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ചിക്കൻ കഴിക്കാറുണ്ടോ? നിങ്ങളൊക്കെ ബീഫ് കഴിക്കാറുണ്ടോ? നിങ്ങൾ പോർക്ക് കഴിക്കാറുണ്ടോ? ഈ പറഞ്ഞ ജീവികളെയൊക്കെ കൊന്നിട്ടല്ലേ നിങ്ങൾ തിന്നുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, ഫുഡ് ചെയിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ആഹാരം കഴിക്കണം. അതോടൊപ്പം തന്നെ ഒരാളെ കൊണ്ട് അവരെ കൊണ്ട് നിവർത്തി അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളിൽ ഒരു ജോലി പോലെ തൊഴിൽ പോലെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനകത്ത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസ്. പലർക്കും അത് ഒരു സംഭവം നമ്മുടെ സമൂഹത്തിന് ഇത് ബാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കെതിരെ പറയണ്ടേ? നോട്ട് ഓൺലി ഹെർ. അതിനകത്ത് ഒരു ആയിരക്കണക്കിന് 10,000-കണക്കിന് പേരുണ്ട്. കിരൺ റാത്തോഡ് മുതൽ ഈ മറ്റേ വളരെ ഇതായിട്ടുള്ള ആൾക്കാരടക്കം എന്തായിരുന്നാലും അവരതെല്ലാം വെച്ച് ഒഴിവാക്കുന്ന രീതിയിലേക്കാണല്ലോ അവരുടെ ഇപ്പോഴും ഈ വെളിപ്പെടുത്തൽ വന്നേക്കുന്നത്. കാരണം ഇനി സ്വാഭാവികമായിട്ടും ആ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് പൈസ. അവർക്ക് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കണം, എന്തുമാത്രം പൈസ വേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റ്, എന്ത് ചിലവ് വരുന്നറിയോ? ഓക്കെ, ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്, നമ്മുടെ RCCയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ചില മെഡിസിൻ്റെയൊക്കെ പ്രൈസ് വിലയൊക്കെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയും വലിയ മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, ചെറിയ കാര്യത്തിൽ നിൽക്കത്തൊന്നുമില്ല. പിന്നെ ആ രോഗിയുടെ അവസ്ഥ എങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നു അതനുസരിച്ചിട്ടുള്ള മെഡിസിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അവർ അത്രയും ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. അവർ അത്രയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അത്രയും ഇതായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം. ആ ഒരു പ്രോസസ്സിന് വേണ്ടി പൈസ വേണ്ടേ? ഇനിയെങ്കിലും കുറ്റം പറയാതെ, എന്തോന്ന് അസുഖം വന്നതിന് ശേഷം കുറ്റം പറയാതെ. നിങ്ങൾ വെറുപ്പുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് വെറുപ്പ്, നിങ്ങൾക്ക് അവർ അറപ്പാണ്, ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജീവിയാണ്, വിട്. പല കമൻറ്റുകളും കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും പറയുന്നല്ലോ, റിയാക്ഷൻ ചാനലുകാർ പലർക്കും പല അഭിപ്രായമുണ്ട്, അവരിങ്ങനെ പറഞ്ഞിങ്ങനെ പറയും. പക്ഷേ ആ ഒരു ചാനൽ, ഒരൊറ്റ ചാനൽ ആരെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരൊറ്റ കമൻറ്റ് ഞാൻ എവിടെയും പറയാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഈ ഒരു അസുഖത്തിനെ വെച്ചിട്ട് ഒരാളും കളിയാക്കില്ല. പക്ഷേ ഇപ്പോഴും ഈ അസുഖത്തിനെ വരെ വച്ച് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലെ കളിൽ രേണുസുതി ചിലപ്പോൾ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ഓക്കെ, ദാറ്റ്സ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് സമൂഹത്തിനോട്, നിങ്ങളുടെ അടുത്ത തലമുറകൾക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ചിന്ത, ഓക്കെ, അത് ശരിയല്ല. പക്ഷേ എങ്കിലും ഓക്കെ. ബട്ട് ഇന്ന് അവർ രോഗാവസ്ഥയിലാണ്. ഏതൊരു ശത്രുവിനാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഒരു രോഗാവസ്ഥയിൽ എത്തിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിട്ടുകളയി. അവരെ ഇനി ക്രൂശിക്കാതെ. എന്ത് കിട്ടുന്നു? ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഞാൻ ആ വാക്ക് പറയത്തില്ല, അതുപോലും അർഹിക്കുന്നില്ല. അത്രയ്ക്ക് ഞാൻ വന്നത്. എൻ്റെ കൂടെ ചേച്ചി ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന ചേച്ചിയാണ്. ചേച്ചി ഒരു നേഴ്സായിട്ട് ഇപ്പം തൽക്കാലത്തിന് പോകുന്നു. നേരത്തെ വേറെ ഹോസ്പിറ്റലായിരുന്നു. അപ്പം ചേച്ചിയാണ് എൻ്റെ കൂടെ അവധിയൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നതൊക്കെ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾക്ക് നാളെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അതിന് മുന്നേ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ച്. കാരണം ഇതിൻ്റെ അടിയിലും കമൻസുകൾ വരും, അവൾ കള്ളം പറയുന്നതൊക്കെ. നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിൻ്റെയാണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, സ്കാനിങ് റിപ്പോർട്ട്. അതുപോലെ എൻ്റെ എന്താ പറയുക, ഇതൊക്കെ മാമോഗ്രാം ഉണ്ടായിരുന്നു. മാമോഗ്രാം വിത്ത് MRI റിസൾട്ടും കാര്യങ്ങളാണ്. അതുപോലെ ഇതിനകത്ത് പിന്നെ ഉള്ളത് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടുണ്ട്. പെറ്റ് സ്കാൻ്റെ ഇതാണ്. ഇതൊക്കെ നിങ്ങളെ കാണിക്കും. പെറ്റ് സ്കാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്യാൻസർ വന്ന പേഷ്യൻസിനോ ഓരോ ബന്ധുക്കൾക്കോ അറിയാം. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ചേച്ചി നേഴ്സല്ലേ, എന്താ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ചികിത്സയാണ്. ഒരു സ്കാനിങ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ന പോലെ എൻ്റെ ശരീരത്തിൽ ബ്രസ്റ്റിലാണ് ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഞാൻ നിങ്ങളോട് ചാനലിൽ കൂടെ പറഞ്ഞായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചേച്ചി എങ്ങനെ അറിഞ്ഞെന്നും കരിഷ്മ പറഞ്ഞിട്ടാണ് ചേച്ചി അറിഞ്ഞെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് കുറേ വർഷം മുന്നേ മുഴ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളോട് വേറെ ഒന്നും പറയാൻ വന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും വേണം. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് പേരുടെ കമൻറ്റുകൾ കണ്ടു. അതായത്
ചില സമയങ്ങളിലെങ്കിലും ഇവരിത് കാണിക്കുന്ന സമയത്ത് വിമർശിച്ചു പോയി, അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി, അതിലൂടെ അത് ചെയ്തു പോയതൊരു തെറ്റായിട്ടൊക്കെ ചിലർക്ക് തോന്നിയിട്ട് കുറേയധികം കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് സംടൈംസ് നമ്മൾ മനുഷ്യരാവുക, നമ്മളത് മറക്കുന്നിടത്താണ് പ്രശ്നം. നമ്മളെന്തോ വലിയ അജയനും നമ്മളെന്തോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെക്കുറിച്ച് മറന്നിട്ട് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് അവരുടെ തെറ്റുകൾ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എന്തറിയാമോ, അങ്ങോട്ട് നമ്മൾ നോക്കുന്നു, ബട്ട് ഇങ്ങോട്ട് നോക്കിയാൽ സംഭവം പണിപാളും, അതിൻ്റെ അപ്പുറം ചെയ്തിട്ട് നിൽക്കുന്നവരാ. അവിടെ നോക്കുന്ന സമയത്ത് അയ്യോ എന്ത് മോശം വൃത്തികെട്ട ഡേർട്ടി സെറ്റപ്പ്. മറ്റേ ഫ്രഞ്ച് ഏതോ ഒരു ഇതുണ്ടല്ലോ, പണ്ടത്തെ ഒരു ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് വലിയൊരു തെരുവ്, ആ തെരുവിൻ്റെ 2 വശങ്ങളിലും വളരെ പ്രൗഢഗംഭീരമായ വീടുകൾ നിൽപ്പുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ഈ വീടിൻ്റെ ഭയങ്കര സൗകര്യങ്ങൾ, റോയൽ സെറ്റപ്പാണ്. ഇവിടെ നിന്ന് ജനാല തുറന്ന് അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് റോഡിൻ്റെ വശങ്ങളിലാണ്, അപ്പുറത്തെ വശങ്ങളിൽ മൊത്തം ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് ആ പ്രൗഢഗംഭീരമായ വീടിൻ്റെ പുറം വശം മൊത്തം വൃത്തികെട്ട് ഡേർട്ടിയായിട്ട് വൃത്തിയായിട്ട്. അവൻ അവിടെ തുറന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ഇവരുടെ മൊത്തം ഈ വിശാലമായ ഈ സ്ഥലങ്ങളും പ്രൗഢഗംഭീരമായ സ്ഥലങ്ങളും മൊത്തം അഴുക്കാം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, നമ്മളൊരിക്കലും നമ്മളുടെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റ് ചിന്തിക്കണം. മറ്റുള്ളവർ ശരിയാക്കാൻ നമ്മൾ ശ്രമിക്കും, മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ശ്രമിക്കും, മറ്റുള്ളവരുടെ പുറകെ നടന്ന് നിങ്ങളിതാണെന്ന് നമ്മൾ പറയാൻ നമ്മൾ ശ്രമിക്കും, ക്രൂശിക്കാൻ ശ്രമിക്കും, ചാപ്പ അടിക്കാൻ ശ്രമിക്കും. ബട്ട് നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ തെറ്റുകളെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? നമ്മൾ തെറ്റുകൾ ചെയ്യാത്തവരാണോ? തെറ്റ് ചെയ്യുന്നവരാണെന്നേ, അത് ആ ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ബോധ്യമാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പറ്റത്തില്ല അധികം. നമ്മൾ വളരെ മാന്യനോ അല്ലെങ്കിൽ മാന്യ മുഖമുള്ളവരൊന്നും അല്ല എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം പറ്റത്തില്ല. ബട്ട് നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം മാത്രം കാണാൻ കഴിയുന്നെങ്കിൽ എൻ്റെ അർത്ഥം എന്നറിയാമോ, നമ്മുടെ കുറ്റത്തിന് നമ്മൾ മറക്കുന്നു, നമ്മൾ മനഃപൂർവ്വം വിസ്മരിക്കുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ 100 ഇരട്ടി സ്വയം ചെയ്യുന്നവരാ, അതാ സത്യം. ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ കരിഷ്കാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ചേച്ചിയാണെങ്കിലും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പേര് ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ അത് ലിംബ് നോഡുകളിലൊക്കെ ഇച്ചിരി അല്ലെ പടർന്ന് നമ്മുടെ കക്ഷത്തിലോട്ടും അതുപോലെ ഹാർട്ടിന്റെ മസിലിലോട്ടും അതുപോലെ ലങ്സിലോട്ടും ചെറുതായിട്ട് ഒന്ന് സ്പോട്ട് ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങളോർക്ക് ഞാനെന്താ ഇങ്ങനെ സംസാരിക്കാം. സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലെ വേദന ഞാൻ സത്യം പറയട്ടെ, ഞാനത് കരഞ്ഞാൽ എന്നെ പോലെ കുറെ പേരൊക്കെ ഉണ്ട്, എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരു അസുഖമായിട്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃക ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ക്യാൻസർ രോഗികൾ, ക്യാൻസർ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇതുപോലെ അനുഭവിച്ച കുറേയധികം കമൻറ്റുകൾ പലയിടത്തും ഞാൻ കണ്ടു. എൻ്റെ കമൻറ്റ് ബോക്സിലും ഞാൻ കണ്ടു. പലരുടെയൊക്കെ ലൈഫിൻ്റെ അകത്തുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ അനുഭവം അഥവാ ഈ പറയുന്ന മഹാരോഗം വന്നതിന് ശേഷം പങ്കാളിയൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ പോയി. ചില സ്ത്രീകളുടെയൊക്കെ കമൻറ്റ് കാണണം, അവരുടെ പങ്കാളിയൊക്കെ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി, ഭർത്താവൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി, അതൊക്കെ സ്വന്തം ജീവിതം നോക്കിപ്പോയി. എന്നിട്ട് ഈ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ അസുഖം വന്ന് അവസാനം അവരത് വെട്ടിപ്പിടിച്ച് ലൈഫിനെ തിരിച്ചു പിടിച്ച് അങ്ങനെ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് പേരുടെ അത് കാണാം. അവർ തിരിച്ചു വന്നവർ, അത് ഈ ക്യാൻസറിൽ നിന്ന് തിരിച്ചു വന്നവർ തന്നെ പറയുന്നു രേണുവിനും പറ്റും. കാരണം രേണുവിന് ആ ഒരു മനക്കരുത്തുള്ളത് കൊണ്ട്. അപ്പം എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും നമ്മൾ ഒരിക്കലും അസുഖം വന്ന് നമ്മൾ തളരരുത്. ഇപ്പം ഞാൻ നിൽക്കുന്നില്ല, അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ വേദനകളൊക്കെ കാണും. നമ്മളിപ്പോൾ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ തന്നെ നമുക്ക് പറഞ്ഞത് വേണ്ട, നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളൊക്കെ വരേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പം ഞാൻ നിൽക്കുന്നില്ല അതുപോലെ. അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ ബാക്കി എന്താ പറയാനുള്ളത്? ഒരു ക്യാൻസർ സർവൈവർ ആവുകയാണ് പുള്ളിക്കാരത്തി. അത് ഒരു വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ക്യാൻസർ നമുക്ക് നോക്കാം. സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു അസുഖം വന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് മെൻ്റലി അങ്ങ് ഡൗണായി പണ്ടാറടങ്ങും. പക്ഷെ അവരതും വെച്ചുകൊണ്ട് അവരിതൊക്കെ ചെയ്ത് അവരുടെ കുടുംബത്തിനെ ഒന്ന് സേഫാക്കാൻ വേണ്ടി നോക്കി. ഇന്നും നമ്മുടെ ഈ ഒരു പ്രായത്തിൽ ഒരു സ്വന്തമായിട്ടൊരു വാഹനമോ ഒരു വീടോ ഒക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല അല്ലേ? പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് പലതും ഉണ്ടാവും. ചിലർക്ക് ഐഫോൺ ആയിരിക്കാം, ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായിരിക്കാം, പലതും ആവാം. അതിൽ കുറച്ചെങ്കിലുമൊക്കെ അവർ ഈ സമയം കൊണ്ട് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അസുഖം വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്യണ്ടേ? ഞാൻ വെറുതെ പറയുന്നൊന്നല്ല, എൻ്റെ ഒരു വാക്കും വെറുതെ പറച്ചിലല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാ. ഡോക്ടർമാരെന്താ പറഞ്ഞു?
ചേച്ചിയോട്. ഇപ്പം കീമോ സ്റ്റാർട്ട് ചെയ്യുവാണ്. കീമോ സ്റ്റാർട്ട് കഴിഞ്ഞ് ഫസ്റ്റ് കീമോ ആഫ്റ്റർ സർജറി എന്നാണ് പറഞ്ഞേക്കുന്നത്. സർജറി ഉണ്ട്. നാളെ തൊട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ നാളെ നമ്മൾ പോയിട്ട് കുറെ ഞങ്ങൾ പോയി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ടെസ്റ്റ് ചെയ്യാം. കാർഡിയോളജിയിലും പൾമനോളജിയിലും ഒക്കെ ഓരോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട്. കാരണം അവർക്ക് ലങ്സിലും ഹാർട്ടിലേക്കും ഒക്കെ ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാരണം അവരുടെ രണ്ടുപേരുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ ഉള്ളൂ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊണ്ട് നാളെ ഞങ്ങൾ പോയി കാർഡിയോളജിസ്റ്റിൻ്റെയും പൾമനോളജിസ്റ്റിൻ്റെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നാളെ തൊട്ടായിരിക്കും ചിലപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇപ്പോൾ നമ്മുടെ കുമാരനാശൻ്റെ വീണപൂവുണ്ട്, വീണപൂവേ, കുമാരനാശൻ്റെ വീണപൂവ് അല്ലേ. അപ്പം ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര അല്ലേ. നമ്മുടെ ശ്രീഭൂവിൽ അസ്ഥിരം എന്ന് പറയും. നമുക്ക് ഐശ്വര്യം എന്ന് പറഞ്ഞ സാധനം അസ്ഥിരം, നത്തിങ് ഈസ് പെർമനൻറ്റ് അല്ലേ. ഒന്നും എന്താണ് പെർമനൻ്റ് അല്ല. നമുക്കതെല്ലാം ഏത് സമയത്തും മാറാം, ടെമ്പററി ആണെല്ലാം. ആ ഒരു പൂവിൻ്റെ ഒരു ഇതെഴുതിയതുപോലെ ചിത്രശലഭത്തിനെ കുറിച്ച് നമുക്ക് എഴുതാം. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു സംഭവത്തിനെ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇത് ഇന്നലകളിൽ എന്തായിരുന്നു, ഇന്ന് അതെന്താവുന്നു, നാളെ അത് ഒന്നുമല്ലാതായി മാറുന്നത് പോലെ പുള്ളിക്കാരത്തി ഇവിടെ ഇപ്പോൾ ആ ഒരു കീമോ എന്നുള്ള സംഭവത്തിലൂടെ ഇതിലേക്ക് കടക്കുന്ന സമയത്ത് ഏതൊരു ക്യാൻസർ പേഷ്യൻസിൻ്റെയും ഒരു വല്ലാത്തൊരു വെല്ലുവിളിയായിട്ടുള്ള സമയമാണ്. അത് തുടങ്ങുന്ന സമയം മുതൽ സ്വാഭാവികമായിട്ട് ഒരുപാട് മാറ്റം ശരീരത്തിലുണ്ടാവും. അതിനകത്ത് മുടി കൊഴിച്ചിലുണ്ടാവും. മുടി കൊഴിച്ചിലെന്ന് വെച്ചാൽ മുടി തന്നെ കാണത്തില്ല തലയിൽ ചിലർക്ക്. പിന്നെ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് ഈ നീട്ടിയ മുടി വളർത്തിയിട്ട് ഒരു തവണ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, രണ്ടാമത് വീണ്ടും വളർത്തുന്നു. അതിൻ്റെ പിന്നിലുള്ള ചെയ്ത വികാരം ആ അഭിഷേക് മോനെ ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ്. അത് ഇന്നും ഞാനത് ലൈഫിൽ കൊണ്ടു നടക്കുന്നു. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ ഡൊണേറ്റ് ചെയ്യുന്നത്, മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. കാരണം ഈ മുടി പോകുന്ന ആൾക്കാർക്ക് അവർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ്. അവർ സഫർ ചെയ്യുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തൊക്കെയോ പറയാൻ സ്നേഹിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലിൽ കൂടെ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളോട് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനിത് ഇനി എന്തുണ്ടെങ്കിലും ഈ ചാനലിൽ കൂടെ അറിയിച്ചാൽ മതി. കഴിയുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. രേണുവിനെ കൊണ്ട് കഴിയാത്ത സമയങ്ങളിൽ സഹോദരിയോ അമ്മയോ അച്ഛനോ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുക. പരമാവധി ഇനി പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വീഡിയോ, നിങ്ങളുടെ തന്നെ ഫാമിലി മൊമെൻറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ ഇപ്പം നിൽക്കുന്ന പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻറ്റിൽ നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള ചിലവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതൊരു വരുമാന സ്രോതസ്സാണ്. അതിനെ ആ ഒരു സെൻസിൽ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങളാൽ കഴിയുന്ന വീഡിയോസ് എന്തെങ്കിലും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തന്നെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു കുറച്ച് നമുക്ക് മരുന്ന് വാങ്ങാനുള്ള കാര്യങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചെയ്യുമ്പോഴും എന്താ പറയുക, ആരും അറിയരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആരും കാരണം ഇത് ഞാൻ 15ാമത്തെ വയസ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 15ാമത്തെ വയസ്സിലാണ് ഞാൻ ഇതിങ്ങനെ ഒരു മുഴ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേരം ഒന്നും അതിന് വേദനയില്ലായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ നമ്മൾ അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു പ്രായമാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ ചേച്ചി ഇന്ന് ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ ഹൈദരാബാദിൽ ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഡോക്ടർ പറഞ്ഞത് ഇപ്പം കുഴപ്പമില്ല, അത് പിന്നീട് അത് ഇരുന്നത് ഇങ്ങനെ ആകാം, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യേണ്ടത് കളയണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് വീട്ടിലതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ആരോടും പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് വിട്ട്. പക്ഷെ അത് ഇത്രയും നാൾ ഇരുന്ന് ഇങ്ങനെ ഒരു ഇതായി. എന്നിട്ടും ബയോപ്സി ചെയ്തിട്ട് ഞാനിത് അറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ല. കുറച്ച് എന്താ കരിഷ്മയ്ക്ക് മാത്രം അറിയാമായിരുന്നു. അവളുടെ ഞാൻ പറഞ്ഞ് പറയരുതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവളാണ് ചേച്ചി പറഞ്ഞ പോലെ ഇത് ദുബായിൽ നിന്നൊന്നും കണ്ടുപിടിച്ച കാര്യമില്ല. വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു. ദുബായിലൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല. ഓക്കെ, എന്തായിരുന്നാലും അവരുടെ ഒരവസ്ഥ വീണ്ടും പറയുന്ന കേട്ടോ. ഞാനൊരു ക്യാൻസർ രോഗിയാണ്, തൊണ്ടയിലായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരശേഷി പോയി, 13 കീമോ ചെയ്തു, ആരോടും ആശ്രയമില്ലാതെ ഇപ്പോൾ എല്ലാം അതിജീവിച്ചു. ഇപ്പോൾ രോഗം മാറി, അതുപോലെ മുടിക്കായി രേണു എല്ലാവരുടെയും മുന്നിൽ തിരിച്ചു വരും. അനേകരുടെ പ്രാർത്ഥന കൊണ്ട് കൂടെ ഞാൻ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സുഖമാകും. എല്ലാം സഹിക്കാനുള്ള കഴിവ് തമ്പുരാൻ തരട്ടെ. അത് അനുഭവിച്ചവർക്കറിയാം. മുമ്പ് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, എപ്പോഴും പറഞ്ഞിട്ടില്ല. കുറേ കമൻറ്റുകൾ ഇങ്ങനെ കാണാം. ഒരുപാട് ആൾക്കാർ, നല്ല മനുഷ്യർ പുള്ളിക്കാരത്തി തിരിച്ചു വരവിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്, അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പല ജാതി മത വർഗവർണ്ണത്തിൽപ്പെട്ട എല്ലാ മനുഷ്യന്മാരും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇന്നലകളിൽ ചിലപ്പോൾ ക്രൂരമായി വിമർശിച്ചവർ പോലും ഇന്ന് രേണുവിൻ്റെ റിക്കവറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ കുറച്ച് അല്പജന്മങ്ങൾ മാത്രമാണ്
വെറും ജീവജടങ്ങൾ മാത്രമാണ്, വെറും വൃത്തികെട്ട പുഴുക്കൾ മാത്രമാണ്, പുഴു അരിച്ച മനസ്സുള്ളവർ മാത്രമാണ് ഈ ഒരു രോഗം വന്ന ആരെ ആയിക്കോട്ടെ അത് എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ. അങ്ങനെയുള്ള ഒരു മനുഷ്യരല്ല, ജീവിച്ചിരിക്കുന്ന ചീഞ്ഞളിഞ്ഞ ശവന്തീനികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഈ സമയത്തും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. മനുഷ്യരായി പിറന്നവർക്ക് പറ്റത്തില്ല. എന്തായാലും പിന്നെ കിച്ചുവിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സംഭവം ഒന്നും വന്നിട്ടില്ല. മേ ബി ചിലപ്പം കിച്ചു വിളിച്ചിട്ടുണ്ടാവാം. കിച്ചുവിൻ്റെ ഇതിനകത്ത് പലരും കമൻറ്റുകൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്, കിച്ചുവിൻ്റെ ആബ്സെൻസ് എവിടെയാണ്, കിച്ചുവിനെ കാണാനില്ലല്ലോ എന്നുള്ളത്. കിച്ചുവിൻ്റെ ഒരു സൈഡിൽ നിന്നൊന്നും വരുന്നിട്ടില്ല. കിച്ചു ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടായിട്ടും തോന്നുന്നില്ല. ഇപ്പം കിച്ചുവിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ മൊത്തം രേണുവിൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, കിച്ചു മോനെ നീ രേണുവിനെ പോയി കാണണം, ചേർത്ത് പിടിക്കണം, ഒന്ന് കെട്ടിപ്പിടിച്ച തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ, അമ്മയെ പോയി കാണണം, ചേർത്ത് പിടിക്കണം, കൂടെ ഉണ്ടാവണം, നിന്നെ ഓക്കെ കിച്ചുമോനെ നീ അമ്മയെ പോയി കാണണം, എല്ലാവരും കിച്ചുമോനെ നീ അമ്മയെ പോയി കാണണം, കിച്ചു പ്ലീസ് വിത്ത് രേണു, കിച്ചു നീ അമ്മയെ പോയി കാണണം, സംസാരിക്കണം, കൂടെ ചേർത്ത് പിടിക്കണം, ഈ സമയത്ത് മറ്റാരെക്കാളും നിൻ്റെ സാമീപ്യം അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, നീ അമ്മയെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നീ പോരായ്മയോട് ചേർത്തിട്ടുണ്ടെങ്കിലും ഓക്കെ കിച്ചു എല്ലാ ദേഷ്യം മറന്ന് പോയി കാണണം, മോനെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ, കിച്ചു അമ്മയെ പോയി കാണണം, കിച്ചു അമ്മയെ പോയി കാണണം, എല്ലാവരും പറയുന്നു. ഞാനും തന്നെ പറയുന്നത് കിച്ചു എന്തെങ്കിലുമൊക്കെ ചെറിയ കൊച്ചു ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സമയത്ത് അവരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഇനിയിപ്പോൾ ഒരാൾ ഇപ്പം രേണു സുധിയെ ഇത്രയും നാൾ വിമർശിച്ച് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് നടന്ന അവരെ കമൻറ്റ് ബോക്സിൽ തെറി പറഞ്ഞ് നടന്നവർക്ക് ഇനി അടുത്ത് കിച്ചു എന്നുള്ളൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കിച്ചുവിൻ്റെ തലയിൽ ചെന്ന് കയറാൻ വേണ്ടിയിരിക്കും. അങ്ങനെയല്ല, അവനൊരു കൊച്ചു പയ്യനാണ്, സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചില തരത്തിലുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് കിച്ചു എന്തായിരുന്നല്ലോ അവിടെ രേണുവിൻ്റെ കൂടെയൊക്കെ നിൽക്കേണ്ടതാണ്, കാരണം ഒരുപാട് ആവശ്യങ്ങൾ വരേണ്ട സാഹചര്യമാണ്. എല്ലാം നടക്കട്ടെ. സോ ഗൈസ്, എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലേ? ഞാനും എന്ത് പറയാനാണ്? വീഡിയോ തുടങ്ങുന്ന സമയത്തും ബ്ലാങ്ക് ആയിരുന്നു, നിർത്തുന്ന സമയത്തും ബ്ലാങ്കാണ്. സാധാരണ ഇതിൽ അങ്ങനെ വരാറില്ല. മിക്ക സമയത്തും ചില വീഡിയോസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല, അത് പറഞ്ഞു പോകാനൊരു. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.